ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ എക്സാമിന്റെ കാര്യം ഇന്നാണ് എക്സാമിന്റെ ഷെഡ്യൂൾ വരിക. അത് കറക്റ്റ് 29 ആവണമെന്നില്ല, നമുക്കറിയില്ല കറക്റ്റായിട്ട് എന്താ ഷെഡ്യൂൾ എന്നുള്ളത്. അപ്പോൾ ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ പേപ്പറുകൾ കെമിസ്ട്രിയും സുവോളജിയും ആണ്. അപ്പോൾ ഓൾറെഡി നന്നായിട്ട് പഠിച്ച ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം കെമിസ്ട്രിയുടെ റിവിഷൻ വേണമെന്ന് പറഞ്ഞ ആളുകൾക്ക് നോക്കട്ടെ, ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല അധ്യാപകരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ഓവറോൾ ഓറിയന്റേഷൻ ലെവലിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞാൻ ഇന്നത്തോടുകൂടി നിങ്ങളോട് പറയാം. അങ്ങനെയാണെങ്കിൽ ശനിയോ അല്ലെങ്കിൽ ഞായറോ ആയിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കാം. ആ കുട്ടികൾ മാത്രം അതിൽ കയറിയാൽ മതി. പിന്നെ ബാക്കി എല്ലാ ആളുകളും നിങ്ങൾ ചെയ്യേണ്ടത് ഓൾറെഡി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. നിങ്ങളുടെ പ്രീവിയസ് മെറ്റീരിയൽ, അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ സൊല്യൂഷൻ. അതല്ലാതെ പിന്നെ ക്ലാസ് കേട്ടിട്ടേ പഠിക്കാൻ പറ്റും എന്നുള്ള ലെവലിലേക്കൊന്നും ചിന്തിക്കേണ്ട. ആ അർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഈ സോയിൽ മൈക്രോബയോളജിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു റൈസോസ്ഫിയർ. റൈസോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ദ റിലേഷൻസ് ബിറ്റ്വീൻ plants root or plant with different type of microorganism. Already we have discussed different type of relationship based on the plant microbe interactions. So today we are discussing another important topic that we have already discussed the same thing, but today we are going to do some more additional, or we are going to discuss some more additional information with regard to the commensalism. So for example, in the case of commensalism, if you see, baroncles adhere to the skin of the whale or shark. See, you can see this is a barnacle. This is one of the most important type of microorganism. They are inhabiting or they are living on the body of the shark. The barnacle benefits from the relationship and does not harm to the help its host. അപ്പോൾ ആ ഓർഗാനിസത്തിന് ഒരുപാട് ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞതിനധികം അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഓർഗാനിസം ഈ ഷാർക്കിന് ഉണ്ടാക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. അല്ലേ? ഇപ്പൊ നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് നമ്മൾ മാത്രം പഠിക്കേണ്ട, മറ്റൊരാൾക്കും കൊടുത്തോളൂ. നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല, മറ്റൊരാൾക്ക് കൊടുക്കും അത് ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കമ്മൻസാലിസം. നമ്മൾ റെക്കോർഡ് ഷീറ്റ് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, ഒരാൾക്ക് അത് വരയ്ക്കാൻ കൊടുക്കുന്നത് നോ പ്രോബ്ലം, കോപ്പി അടിക്കാതിരുന്നാൽ മതി. എനിവേ, ഞാൻ പറഞ്ഞത് this type of commensalism should provide different type of benefits as far as both organisms are concerned. ഞാൻ പറഞ്ഞു വന്നത് റൈസോസ്ഫിയർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ there are different type of relationship. So today we are discussing the one of the relationship, that is what is called commensalism. It is a continuation of the last day lecture. See, another important one is called commensalism. What is commensalism? Commensalism is the ecological interaction in which an individual species harms another without obtaining benefit. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിന് എന്തായാലും അപകടം ഉണ്ടാവും, പക്ഷെ മറ്റേ ഓർഗാനിസം വിത്തൗട്ട് being benefited. Commensalism is ecological interaction in which an individual species harms. ഒരു വ്യക്തിക്ക് എന്തായാലും ഹാം ഉണ്ടാവും, അനദർ വിത്തൗട്ട് ഒബ്റ്റെയിനിങ് ബെനിഫിറ്റ്. ഒരു ഗുണവും കിട്ടാതെ ഉപദ്രവം മാത്രം ഉണ്ടായിക്കൊണ്ട് ചില തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് commensalism. ദിസ് ടൈപ്പ് ഓഫ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഈസ് കോമൺ. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വളരെ കോമൺ ആണ് കേട്ടോ. ബട്ട് നോട്ട് കൺസിഡേർഡ് ആസ് an important process structuring communities because they are accidental and do not benefit the species doing the harm. ഇതൊരിക്കലും നിർബന്ധമായിട്ടുണ്ടാവുന്നല്ല, പലപ്പോഴും ആക്സിഡന്റൽ ആണ്, വളരെ ദൗർഭാഗ്യകരമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് commensalism. So commensalism is nothing but the relationship in which one organism will get benefit whereas another organism harm. That type of interaction is called commensalism. Next one is called or another important example with regard to the commensalism. Algal bloom. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതാണ് പഠിച്ചതാണ് algal bloom. You know, algae is a microorganism. We are discussing all this topic on the basis of microbiology. See, commensalismത്തിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു എക്സാമ്പിൾ ആണ് algal bloom.
Algal bloom can lead to the death of many species of fish and other animals. അല്ലെ നമുക്കറിയാം പല ഓർഗാനിസവും ഭൂമിയിൽ നാമാവശേഷമായി പോയത് ഇത്തരത്തിലുള്ള ആൽഗൽ ബ്ലൂം കൊണ്ടാണ്. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രതിഭാസമാണ്. However, the algae do not benefit from the death of this individual. അല്ല, ഒരിക്കലും ആൽഗെ ഡു നോട്ട് ബെനിഫിറ്റ്. ആൽഗയ്ക്ക് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ, ബ്ലാക്ക് വാൽനട്ട് ട്രീസ് സെക്രീറ്റ്സ് എ കെമിക്കൽ ഫ്രം ഇറ്റ്സ് റൂട്ട്. അല്ലെ, ബ്ലാക്ക് വാൽനട്ട് ട്രീ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ സെക്രീഷൻസ് പ്രൊഡ്യൂസ്, കെമിക്കൽ സെക്രീറ്റ് ചെയ്യും ഇറ്റ് ഫ്രം ഇറ്റ്സ് റൂട്ട് വിച്ച് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് നൈബറിംഗ് ട്രീസ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി മറ്റുള്ള ആൾക്കാർക്ക്, മറ്റുള്ള ഓർഗാനിസം തൊട്ടടുത്ത് വളരുന്നതിന് കാരണമാവാൻ തടസ്സമാകും. Elephant stepping on ants or leaving bush does not benefit the elephant but harm the ants and brush. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അമ്മൻസാലിസം. ഒരു ഓർഗാനിസം ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പ്രത്യേകിച്ച് ഗുണവും കിട്ടുന്നില്ല, പക്ഷെ മറ്റുള്ള ഓർഗാനിസത്തിന് അത് അപകടം ഉണ്ടാകും. അങ്ങനെയുള്ള ചില relationship കൂടി ഇവിടെ ഉണ്ട്. That relationship is called ammensalism. So what is ammensalism? Ammensalism is nothing but here the program is getting benefit or not for as far as certain organism is concerned. ആന ഉറുമ്പിനെ ചവിട്ടിക്കൊല്ലുമ്പോൾ ആന അറിയുന്നില്ല ഒരു ജീവി അവിടെ മരണപ്പെടുന്നു എന്നുള്ളത്. ആൽഗകൾ ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ ഒരിക്കലും ആൽഗകൾ അറിയുന്നില്ല മറ്റു ജീവികൾ ഞാൻ കാരണം മരണപ്പെടുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ചില ബ്ലാക്ക് വാൽനട്ട് ട്രീ വളരുമ്പോൾ അതിൽ നിന്ന് ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും മറ്റുള്ള ഓർഗാനിസത്തിന് ഹാംഫുൾ ആണ് എന്ന് ഇങ്ങനെയുള്ള ബ്ലാക്ക് വാൽനട്ട് ട്രീ അറിയുന്നില്ല. അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ മറ്റുള്ള ഓർഗാനിസത്തിന് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത് അമ്മൻസാലിസം. സോ വാട്ട് ഈസ് അമ്മൻസാലിസം? Ammensalism is a interactions or relationship in which one organism always getting harmful or harmed whereas other organism will not get any benefit. ഒരു ലാഭവും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നഷ്ടവും ഉണ്ടാവുന്ന, ഒരു ലാഭവും ഇല്ലാതിരിക്കുകയും മറ്റുള്ളവർക്ക് നഷ്ടം മാത്രം ഉണ്ടാവുകയും ചെയ്യുന്ന റിലേഷൻഷിപ്പിനെയാണ് അമ്മൻസാലിസം എന്ന് പറയുന്നത്. Now another one is called parasitism. See, what is parasitism? Interaction in which one organism, the parasite derives nourishment from the other organism, the host. Interaction in which one organism, ഒരു organism, the parasite derives nourishment from the other organism. പാരസൈറ്റ്സ് ആർ ദർ ഫോർ കീമോ ഓട്ടോട്രോപ്സ്. അല്ലെ, എപ്പോഴും പാരസൈറ്റ് ആയിട്ടുള്ള ഓർഗാനിസം മറ്റുള്ളവരെ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് റിലേഷൻഷിപ്പ് ഈസ് ഡിറ്റർമിനൽ ടു ദ ഹോസ്റ്റ്. ഹൗവർ എ ട്രൂ പാരസൈറ്റ് ഡസ് നോട്ട് നോർമലി നോട്ട് കിൽ ഇറ്റ്സ് ഹോസ്റ്റ്. അപ്പൊ ഈ പാരസൈറ്റിന്റെ പ്രത്യേകം വെച്ചാൽ ഒരിക്കലും ഇത് മറ്റുള്ളവരെ കൊല്ലാനൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പാരസൈറ്റിന് ഹോസ്റ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഹോസ്റ്റ് പാരസൈറ്റ് റിലേഷൻഷിപ്പിന്റെ ബേസിൽ നമുക്കൊരു ഇന്ററാക്ഷൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഇന്ററാക്ഷൻ ഈസ് കോൾഡ്, ദാറ്റ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് കോൾഡ് parasitism. So parasitism is a relation in which one organism always depends on other organism. അതുകൊണ്ടാണ് നമ്മൾ പാരസൈറ്റ് ആവരുത് എന്ന് പലപ്പോഴും ചില ആളുകൾ പറയാറുള്ളത്. The next one is called synergism. What is synergism? The interactions or cooperation of two or more organization, substance or other agents to produce a combined effect greater than the sum of their separate effects. എന്താ പറഞ്ഞിരിക്കുന്നത്? The interaction or cooperation of two or more organization, ഒന്നിലധികം organism interact ചെയ്യപ്പെടുന്നു, which produce a substances or other agents to combine the effect greater than the sum of the separate effects. അല്ലെ, ഒരു മരം നമ്മൾ ഒന്നിച്ച് ഒറ്റക്ക് പിടിക്കുന്നതും 4-5 ആൾക്കാർ കൂടി പിടിച്ചു കൊണ്ടുപോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ എഫക്ട് ഉണ്ടാവും. ഇല്ല, ഒരു ചാപ്റ്ററിന്റെ മെറ്റീരിയൽ നമ്മൾ ഒരാൾ ഉണ്ടാക്കുന്നതും ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ ചാപ്റ്ററും ഓരോ ആൾക്കാർ ഉണ്ടാക്കും, വളരെ പെട്ടെന്ന് പണി തീരും എന്ന് പറയുന്നത് പോലെ തന്നെ സൈനർജിസം എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നിച്ച് ഒരുപാട് ആൾക്കാർ കൂടിച്ചേരുന്ന വർക്കിന്റെ പ്രവർത്തന ഫലം എപ്പോഴും വലുതായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ഓർ cooperation of two or more organization, substance or other agents to produce a combined effect greater than the sum of their separate effects. Example, E. coli.
which obtains nutrients from food materials ingested by host, produces vitamin which are used by the host. എന്താ പറഞ്ഞിരിക്കുന്നത്? E. coli എന്ന് പറയുന്ന ഓർഗാനിസം which obtain nutrients, ഇതിന് ന്യൂട്രിയൻസ് ലഭിക്കുന്നു ഫ്രം ഫുഡ് മെറ്റീരിയൽ. എവിടുന്നാ കിട്ടുന്നത്? ഫുഡ് മെറ്റീരിയൽസിനാണ് കിട്ടുന്നത്. ഇൻജസ്റ്റഡ് ബൈ ദ ഹോസ്റ്റ്, പ്രൊഡ്യൂസ്ഡ് ബൈ വൈറ്റമിൻ. അല്ലെ, എങ്ങനെയാണ് കിട്ടുന്നത്? ഹോസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻജസ്റ്റഡ് ബൈ ഹോസ്റ്റ് പ്രൊഡ്യൂസ് വൈറ്റമിൻ വിച്ച് ആർ യൂസ്ഡ് ബൈ ദി ഹോസ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് പാരലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സുഖമുണ്ട്. അല്ലെ, ഒരാള് ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒരു ഓർഗാൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മറ്റേ ഓർഗാൻസത്തിന് അറിയാതെ ഒരു വൈറ്റമിൻ കിട്ടുന്നു. The synergistic action of Lactobacillus bulgaricus and Streptococcus thermophilus in the production of yogurt. അപ്പോൾ അതേപോലെ തന്നെ സൈനർജിക് ആക്ഷൻ വേറൊരു ലെവലിലും ഉണ്ടാക്കപ്പെടുന്നത്, ദാറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് യോഗർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് സൈനർജിസം ഈസ് എൻ ഇന്ററാക്റ്റീവ് പ്രോസസ് വേർ ബോത്ത് ഓർഗാനിസം വിൽ ബി ബെനിഫിറ്റഡ് ഓർ ഗെറ്റിംഗ് ബെനിഫിറ്റ്. നൗ നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഇത്രയും ഇവിടം വരെ ഇത് പറഞ്ഞതെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ്. ഓൾറെഡി നമ്മൾ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഇന്ററാക്ഷൻസ് ആണ്. But now we are discussing the most important concept in this topic, that is rhizosphere. ഞാൻ ഇതുവരെ പറഞ്ഞത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ചില ഇന്ററാക്ഷനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. Now we are going to discuss about rhizosphere. എന്താണ് റൈസോസ്ഫിയർ, എന്താണ് നോൺ റൈസോസ്ഫിയർ, എന്താണ് RS റേഷ്യോ, എന്താണ് റൈസോസ്ഫിയർ എഫക്ട്, എന്താണ് ഫില്ലോസ്ഫിയർ എഫക്ട്, എന്താണ് സ്പെർമോസ്ഫിയർ എഫക്ട്, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ കൂടി നമ്മൾ പറയാം. So we are going to discuss the real topic called rhizosphere. എന്താണ് റൈസോസ്ഫിയർ? ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. നോട്ട് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും. എന്താണ് റൈസോസ്ഫിയർ എന്ന് പറയുന്നത്? The rhizosphere is the narrow region of soil. നിങ്ങൾക്ക് കാണാൻ ഇവിടെ സോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ചെറിയ ചെറിയ ഏരിയ കാണാം. ഇതൊരു പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ അടിഭാഗത്തുള്ള റൂട്ടാണ് ഈ കാണുന്നത്. Rhizosphere is the narrow region of the soil that is directly influenced by root secretions and associated with the soil microorganism. എന്താണ്? ഒരു ചെറിയൊരു ഏരിയ ആണ്. ആ ഏരിയയുടെ പ്രത്യേകത, നാരോ റീജിയൻ ഓഫ് സോയിൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റൂട്ട് സെക്രീഷൻസ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് സോയിൽ മൈക്രോ ഓർഗാനിസം. സോയിൽ മൈക്രോ ഓർഗാനിസവും റൂട്ട് സെക്രീഷന്റെ ഒക്കെ ഇൻഫ്ലുവൻസിലാണ് ഈ റൈസോസ്ഫിയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. The rhizosphere contain many bacteria. റൈസോസ്ഫിയറിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും. And other microorganism that feed on slough of plant cells. പലപ്പോഴും അത് ഭക്ഷണമാവുന്നത് പ്ലാന്റ് സെല്ലിന്റെ സ്ലഫ്റ്റ്സ് ആണ്. Termed as rhizodeposition and the proteins and sugars released by the root. അതുകൂടാതെ ഈ മൈക്രോ ഓർഗാനിസം നിരന്തരമായിട്ട് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് പ്രോട്ടീനുകളും മറ്റ് ന്യൂട്രിയൻസുകളുമാണ്. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Much of the nutrient cycling and disease suppression needed by plants occurs immediately adjacent to the root due to the root exudates and communities of microorganisms. Much of the nutrient cycling and disease suppression needed by plants occurs immediately, വളരെ പെട്ടെന്ന് നടക്കും, adjacent to root due to the root exudates and communities of microorganisms. The rhizosphere also provide space to produce allelochemicals to control neighbors and relative plants. Then a rhizosphere also provides space to produce allelochemicals to control neighbors and relative plants. ഇതുകൂടാതെ മറ്റുള്ള സ്ഥലത്ത് വളരുന്ന പ്ലാന്റിന് കൂടി ഇതിന്റെ ഉപകാരങ്ങൾ ഉണ്ടാക്കുന്നു. So what is rhizoplane? Area on the surface of the root. അല്ലെ, റൈസോപ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റൂട്ടിന്റെ പ്ലെയിൻ ഇത്രയാണ്. ഈ ഏരിയ ഇത്ര ഏരിയ ഉണ്ട്. Outer rhizoplane, outer area on the surface of root. Inner rhizoplane, inner area of the surface of root. അപ്പൊ എന്താണ് റൈസോസ്ഫിയർ എന്ന് പറയുന്നത്? ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒരു പ്ലാന്റിന്റെ അടിയിൽ വളരുന്ന റൂട്ടുമായി അസോസിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെയും ഇൻഹാബിറ്റിനെ കുറിച്ച് പറയുന്നതിന്റെ പേരാണ് റൈസോസ്ഫിയർ. ഈ റൈസോസ്ഫിയർ ഇങ്ങനെ വളരെ സമൃദ്ധമായി ഉണ്ടാവാൻ കാരണം റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റു തരത്തിലുള്ള കെമിക്കൽസ് എല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് റൂട്ടിന്റെ ചുറ്റിലുമായിട്ട് മൈക്രോ ഓർഗാനിസത്തിന് വളരാനുള്ള പശ്ചാത്തലം ഈ പറയുന്ന റൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ റൂട്ടിന്റെ പ്രസൻസിൽ മൈക്രോ ഓർഗാനിസം തകൃതിയായിട്ട് വളരുന്ന പ്രോസസ്സിന്റെ അസോസിയേഷന്റെ പേരാണ് കേട്ടോ റൈസോസ്ഫിയർ. സോ റൈസോസ്ഫിയർ ഈസ് ദ നാരോ റീജിയൻ ഓഫ് associated microorganism.